ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് BLDC ഫാനിനെ കുറിച്ചിട്ടാണ്. അതായത് നോർമൽ ഫാനുണ്ട്, BLDC ഫാനുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഓറിയൻ്റലിൻ്റെ 32 വാട്ട്സ് എടുക്കുന്ന ഓറിയൻ്റൽ ഫാനിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് BLDC നമുക്ക് വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത്. ഇന്ന് കറണ്ട് കാശ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മസ്റ്റായിട്ടും നമുക്ക് BLDC ഫാൻ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഒരേ ഒരു കാരണം 35 വാട്ട്സാണ് ഈ BLDC ഫാൻ എടുക്കുന്നത്. നോർമൽ ഒരു ഫാൻ എടുക്കുന്നത് 75 വാട്ട്സാണ്. 70 വാട്ട്സിനും 75 വാട്ട്സിനും ഇടയ്ക്കാണ് ഒരു നോർമൽ ഫാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി മാത്രമാണ് നമുക്ക് ഈ BLDC ഫാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ലെവലിൽ ചിന്തിച്ച് നോക്കിയാൽ തന്നെ ഒരു 7, അതായത് ഒരു നോർമൽ ഫാൻ ഒരു 10 മണിക്കൂർ നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 750 വാട്ട്സ് എടുക്കുന്നുണ്ടാവും. അങ്ങനെ 10 ദിവസമായി കഴിഞ്ഞാൽ ഈ 10 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ 7500 വാട്ട്സ് എടുക്കും. അതായത് 7.5 യൂണിറ്റ് കറണ്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരു നോർമൽ ഫാൻ എടുക്കും. നോർമൽ ഫാൻ എന്ന് പറയുന്നത് ആ ലെവലിൽ നമ്മൾ കറണ്ട് കാശ് എടുക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ വീട്ടിലൊരു 4 ഫാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കറണ്ട് കാശ് കൂടുന്നതിൻ്റെ മെയിൻ കാരണങ്ങളൊന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫാനാണ് ഏറ്റവും കൂടുതൽ. ബാക്കി LED കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി ഉപയോഗിച്ചാലും അതിന് ഇത്ര കറണ്ട് കാര്യങ്ങളെ വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ BLDC അല്ലാത്ത ഫാൻ ഏറ്റവും കൂടുതൽ കറണ്ട് കൺസപ്ഷൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന നമ്മുടെ ഓറിയൻ്റലിൻ്റെ ഈ പറയുന്ന ഒരു ചാർട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ അതായത് നമ്മൾ BLDC ഫാൻ എടുത്തതിന് ശേഷം ഒന്നാമത്തെ നമ്മുടെ സ്പീഡിലാണ് നമ്മൾ 6 സ്പീഡ് അല്ലെങ്കിൽ 5 സ്പീഡ് നമുക്ക് ബൂസ്റ്റിംഗ് സ്പീഡൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് 5 സ്പീഡുകളിൽ ഫസ്റ്റ് സ്പീഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 5 വാട്ട്സാണ് എടുക്കുന്നത്. രണ്ടാമത്തെ സ്പീഡിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 8 വാട്ട്സാണ് എടുക്കുന്നത്. മൂന്നാമത്തെ സ്പീഡിലേക്ക് വരുമ്പോൾ 18 വാട്ട്സ്. നാലാമത്തെ സ്പീഡിലേക്ക് വരുമ്പോൾ 23 വാട്ട്സ്. ലാസ്റ്റ് അതായത് 5ാമത്തെ സ്പീഡിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് 32 വാട്ട്സാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ എടുക്കുന്ന സ്പീഡിനനുസരിച്ചിട്ടുള്ള കറണ്ട് കാശ് മാത്രമേ ഈ പറയുന്ന BLDC ഫാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ മറ്റേ നോർമൽ ഫാൻ അങ്ങനെയല്ല. അതിൻ്റെ ഫുൾ എത്ര സ്പീഡിൽ നിങ്ങൾ യൂസ് ചെയ്താലും അതിൻ്റെ കറക്റ്റ് സ്പീഡ് തന്നെ വാട്ട്സ് തന്നെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് BLDC ഫാനിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ ഈ ഫാനിൻ്റെ പ്രത്യേകത വെച്ചാൽ 3 വർഷം വാറണ്ടി തരുന്നുണ്ട്. അത് കൂടാതെ നോർമൽ ലെവലിൽ നമ്മളൊരു ഫാൻ വാങ്ങിക്കണമെങ്കിൽ പോലും നമുക്കൊരു 2000 രൂപ, നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു 1800 2000 ഒരു നോർമൽ ലെവലിൽ ഫാൻ നമ്മൾ കൊടുക്കണം. ഈ ഫാന് 2800 ഇപ്പോൾ ഈ സമയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, സീസൺ ആയതുകൊണ്ട് ഓഫർ പ്രൈസിൽ 2800 മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം. നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഞാൻ ലിങ്ക്, അതായത് ജസ്റ്റ് ഒരു കോളം പോലെ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളുണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ മൊത്തം ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസും പുതിയ ഓഫർ കാര്യങ്ങളൊക്കെ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. അതുകൂടാതെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്.